നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ നാട്. ഈ വൈശിഷ്ട്യതകളാണ് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നത്. വയനാടൻ സാഹിത്യ ലോകത്തിൽ ഈ നാടിൻ്റെ എല്ലാ ചേരുവകളും രചനകളിൽ ഉൾക്കൊള്ളിച്ച് വായനക്കാരൻ്റെ മനസ്സിൽ കൂടുകെട്ടി താമസിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ഹാരിസ് നെന്മേനി. വയനാടൻ സാഹിത്യ ലോകത്തിന് വ്യത്യസ്തമായ അടയാളപ്പെടുത്തലുകൾ നൽകി വരുന്ന നെല്ലിൻ്റെ നാട്ടിലെ ഈ പ്രിയപ്പെട്ടവൻ വയലയിലകളുടെ സംഗീതത്തിനൊപ്പം തൻ്റെ നാട്ടിൽ ശ്രദ്ധ എന്നു പേരുള്ള ഒരു അക്ഷരപ്പുര ഒരുക്കുന്നതിനായി കാതങ്ങൾ സഞ്ചരിച്ച് സുഹൃത്തുക്കളിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിച്ച് തൻ്റെ നാട്ടുകാർക്കായി ഗ്രന്ഥാലയം ഒരുക്കിയ വേറിട്ട എഴുത്തുകാരനാണ്. രചനയെ ജീവിതത്തിൻ്റെ താളമാക്കി മാറ്റിയ തിരസ്കൃതരായി പോകുന്നവരുടെ രോദനങ്ങളെ വാക്കുകളിലൂടെയും എഴുത്തുകളിലൂടെയും പകുത്തു നൽകിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ വകുപ്പിലെ ജീവനക്കാരനായ ഇദ്ദേഹം മികച്ച ഒരു ഫുട്ബോൾ കമന്റേറ്ററാണ്. വർത്തമാനകാല നോവൽ സാഹിത്യത്തിലെ രചനാവൈഭവത്താൽ പതിവ് കാഴ്ചകളെ പോലും വേറിട്ടതാക്കി മാറ്റുന്ന ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വായനക്കാരനെ അസ്വസ്ഥനാക്കുകയും ഒരു വേള അവനോട് ചങ്ങാത്തം കൂടുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചകളാണ്. വാക്കുകൾ ചോദ്യങ്ങളായും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയായും മാറുമ്പോൾ ജീവിത ചതുരംഗത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിലകൊള്ളുക എന്ന ചോദ്യം വായനക്കാരനെ അസ്വസ്ഥനാക്കുന്നു. സാമൂഹ്യ വകുപ്പിലെ തൊഴിലും പത്രപ്രവർത്തനവും സാഹിത്യരചനയും ഫുട്ബോൾ കളിയും കമൻ്ററിയും പ്രഭാഷണങ്ങളുമൊക്കെ ഇദ്ദേഹത്തിന് പിൻപറ്റിപ്പോയ വിലാസങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ ചേർത്ത് വയ്ക്കാനുള്ള വിൻഡോ സീറ്റുകളാണ്. നമുക്കിടയിൽ കാണുന്ന സാധാരണ ജീവിതങ്ങളെയും അതിൻ്റെ സൂക്ഷ്മതലങ്ങളെയും അതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളെയും പറ്റി പറഞ്ഞു പഠിപ്പിച്ച് നിരവധി കഥാപാത്രങ്ങളെ കയറൂരി വിട്ട ഈ അനുഗ്രഹീത എഴുത്തുകാരൻ്റെ പാലം എന്ന കൃതിയിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത് എഴുത്തുകാരിയും അധ്യാപക പരിശീലകയുമായ രേഖ KA ആണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന ഈ കണ്ണൂർ ചെറുപുഴക്കാരി നിലവിൽ എറണാകുളത്ത് അധ്യാപക പരിശീലകയാണ്. വായനയെ അതിലൂടെ ആർജിക്കുന്ന അറിവുകളെ തിരിച്ചറിവുകളാക്കാൻ നിരവധി അധ്യാപകരെ പ്രാപ്തരാക്കി മാറ്റുന്ന ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രേഖ ടീച്ചറിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ഈ പാലത്തിലൂടെ യാത്ര തുടരാം. വയനാടിനെ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ എഴുത്തുകാരിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ ഹാരിസ് നെന്മേനിയുടെ പാലം എന്ന നോവലാണ് വായന പക്ഷാചരണ വേളയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം 15 പുസ്തകങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നോവലിനുള്ള സുകുമാർ അഴീക്കോട് തത്വമസി അവാർഡ്, മാജി എന്ന നോവലിനും കഥാസമാഹാരങ്ങൾക്കുള്ള കുഞ്ഞുണ്ണിമാഷ് പുരസ്കാരം, ഭൂമി അളന്നെടുക്കുന്നതിലെ വൈഷമ്യങ്ങൾ എന്ന പുസ്തകത്തിനും, ബാലസാഹിത്യ കൃതികൾക്കുള്ള പാലാ KM മാത്യു അവാർഡ്, വിൻഡോ സീറ്റ് എന്ന സഞ്ചാര നോവലിനും ലഭിച്ചിട്ടുണ്ട്. കലാകൗമുദി കഥാ അവാർഡ്, പുഴ.com കഥാപുരസ്കാരം, ശക്തി തിയേറ്റർ കഥാപുരസ്കാരം, A. മഹമൂദ് കഥാ അവാർഡ്, പഴശ്ശി കഥാപുരസ്കാരം എന്നിങ്ങനെ നിരവധിയായ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്നു തുടങ്ങി കേരളത്തിലെ മുഴുവൻ ജില്ലകളും സന്ദർശിച്ച് സുഹൃത്തുക്കളിൽ നിന്നും സമാന മനസ്കരിൽ നിന്നും പുസ്തകം നേരിട്ട് സ്വീകരിച്ച് സ്വന്തം നാട്ടിൽ ഒരു വായനശാല തുടങ്ങാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം അഭിനന്ദനാർഹമാണ്. അതിനാൽ തന്നെ ഈ വായന പക്ഷാചരണ വേളയിൽ അദ്ദേഹത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ പ്രാധാന്യമുള്ള വരികൾക്കിടയിലും വായിക്കേണ്ടുന്ന പാലം നോവൽ തന്നെ തിരഞ്ഞെടുക്കുന്നു. മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ കഥയാണ് പാലം. ഒരു ചെറുകഥയുടെ രൂപത്തിൽ ഉരുവപ്പെട്ട്
വായനക്കാരുടെ നിരന്തര അന്വേഷണങ്ങളിലൂടെയാണ് ഇത് നോവലായി രൂപം പ്രാപിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തികച്ചും സാധാരണമായ ചുറ്റുപാടുകളിൽ ജീവിക്കുമ്പോഴും ജീവിതം കൊണ്ട് സമരം ചെയ്യുന്ന അനേകം മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചു പോരുന്നുണ്ട്. പലപ്പോഴും ലോകത്തിന് അവരെ തിരിച്ചറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അസാധാരണമായി അവരുടെ ചെയ്തികളിൽ ഒന്നും കാണാൻ സാധാരണ ലോകത്തിന് കഴിഞ്ഞു എന്നും വരില്ല. പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അറിയാം അവർ എന്തുമാത്രം ആർജവത്തോടെയാണ് ജീവിതത്തെ നേരിടുന്നത് എന്ന്. അത്തരം ജീവിതങ്ങളാണ് പാലത്തിലെ ഓരോ മനുഷ്യരും. നമ്മുടെ ലോകത്ത് ഇക്കാലത്ത് പ്രസക്തമായ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചേറെ കാര്യങ്ങളാണ് പുസ്തകത്തിൽ. ആ അർത്ഥത്തിൽ രാജ്യത്ത് എവിടെയും നടക്കുന്ന കഥയായി വേണം പാലത്തെ വായിക്കാൻ. സമീപകാലത്ത് പ്രസക്തമായ കുറച്ചേറെ ആകുലതകളെക്കുറിച്ച് ഈ നോവലിൽ ഹാരിസ് നെന്മേനി വിചാരപ്പെടുന്നുണ്ട്. ആൾക്കൂട്ട വിചാരണ, മിശ്രവിവാഹിതരുടെ ജീവിതം, കുടിയൊഴിപ്പിക്കൽ, മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർ, അവരുടെ സാമൂഹ്യ ജീവിതം, ആൾ ദൈവങ്ങളുടെ ദുസ്വാധീനം, അങ്ങനെ നീറി നിൽക്കുന്ന കുറച്ചേറെ വിഷയങ്ങളിലേക്ക് കൂടി നോവൽ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഒടുവിൽ പ്രതീക്ഷയുടെ ഒരു കിരണം ബാക്കി നിർത്തിക്കൊണ്ടാണ് പാലം അവസാനിക്കുന്നത്. നന്മയിൽ നിന്ന് തിന്മയിലേക്ക് എന്നതുപോലെ തിരിച്ചും ഒരു പാലം കടന്നു പോകുന്നുണ്ട്. അതുപോലെ ദുരന്തങ്ങൾക്കൊപ്പം അതിജീവനത്തിലേക്ക് ഒരു പ്രതീക്ഷയുടെ പാലം ബാക്കി നിൽക്കുന്നുണ്ടെന്നും ഈ നോവൽ ഓർമ്മപ്പെടുത്തുന്നു. നന്മകൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോഴെങ്കിലും ദുരിതമായി തീരുന്നതെങ്ങനെയെന്നും ഈ നോവൽ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. നൊന്തു പ്രസവിച്ച ജീവനുള്ള കുഞ്ഞുങ്ങളെ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ വലിച്ചെറിയുന്ന വാർത്ത സാധാരണമായ ഇക്കാലത്ത് ജീവനില്ലാതെ പിറന്ന കുഞ്ഞിനെ അലക്ഷ്യമായി ഉപേക്ഷിച്ചു കടന്നുകളഞ്ഞ പുതിയ കാലത്തെ അച്ഛനമ്മമാരെ കഥാകാരൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരെന്നും എവിടെ നിന്നും എന്നറിയാത്ത ഒരു ഗർഭിണിക്ക് വിശ്രമിക്കാൻ ഇടം കൊടുക്കുകയും പ്രസവ ശുശ്രൂഷ നൽകുകയും ചെയ്ത ഷാഹിദയിലൂടെ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട് കഥാകാരൻ. അറിവും പദവിയും ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ മനുഷ്യർ ഇങ്ങനെ ആയിരിക്കുമോ? പ്രിയപ്പെട്ടതായിരിക്കേണ്ട പല വികാരങ്ങളും മുൻഗണനകളും ഇറങ്ങിപ്പോകുമോ? നമ്മൾ വായനക്കാരും ഒരു നിമിഷം ഈ ചോദ്യത്തിന് മുന്നിൽ പതറി നിൽക്കുന്നു. അമ്മിഞ്ഞ മധുരം വിധിച്ചിട്ടില്ലാത്ത, താരാട്ട് കേൾക്കാത്ത, പിച്ച വയ്ക്കാത്ത, ലോകത്തിനു മുന്നിൽ ജീവിക്കാത്ത, എന്തിന് സ്വന്തം അച്ഛനമ്മമാരുടെ മനസ്സിൽ പോലും ഇല്ലാത്ത, ജീവനില്ലാത്ത ഒരുപാട് കുരുന്നുകൾ ഈ വർത്തമാനകാലത്ത് ജീവനോടെയും അല്ലാതെയും ജനിച്ചു വീഴുന്നുണ്ട്. ലോകത്ത് എന്ന വേദനയോടെ ഓർക്കുന്നു. തങ്ങൾ താമസിക്കുന്ന നാട് ഒരിക്കലും തൻ്റേതായി തോന്നിയിട്ടില്ലായിരുന്നു ഷാഹിദയ്ക്ക്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും താങ്ങാകാത്ത നാട്ടുകാരുടെ ഇടയിൽ ജീവിക്കുമ്പോഴും തൊഴിലിടത്തെ സൗഹൃദങ്ങൾ ഷാഹിദയ്ക്ക് ഊർജമാകുന്നുണ്ട്. പ്രത്യേകിച്ച് കവിതയെപ്പോലൊരു സുഹൃത്ത് എല്ലാവർക്കും വേണം. കവിതയെപ്പോലൊരു സുഹൃത്താകാനും നമുക്ക് കഴിയണം. അഹംഭാവം കൂടാതെയുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിലും സ്വത്വബോധത്തിലുമൂന്നിയ ഉൾക്കാഴ്ചകൾ സാധ്യമാകുന്ന സുഹൃത്തുക്കൾ എന്തൊരു ബലമാണ് ജീവിതത്തിന് നൽകുന്നത്. ഷാഹിദ മാത്രമല്ല, ഒരു ചെറിയ ബാഗ് നിർമ്മാണ യൂണിറ്റിൽ ജോലി ചെയ്യുമ്പോഴും ബുള്ളറ്റിൽ ഭാരത പര്യടനം നടത്തുന്ന സ്വപ്നം സൂക്ഷിക്കുന്ന കവിത, ഒരിക്കൽ ദേശീയ ശ്രദ്ധയോളം വളർന്നിട്ടും മൺകലങ്ങളിൽ ജീവിതം കൂട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്ന കമലമ്മ, കാഴ്ചയില്ലെങ്കിലും ആ കുറവിനെ അകക്കണ്ണിൻ്റെ തെളിമ കൊണ്ട് മറികടക്കുന്ന വിനയൻ്റെ അമ്മ, ജീവിതം നിരന്തരം തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സഹജമായ ശാന്തതയും സമചിത്തതയും കൊണ്ട് പ്രശ്നങ്ങളുടെ നദിയൊഴുക്കിനെ കുറുകെ കടക്കാൻ ശ്രമപ്പെടുന്ന വിനയൻ, ലോറാസ് ബാഗ് വർക്സിൻ്റെ മുതലാളി തൃശ്ശൂർക്കാരൻ ലോറൻസ്. അങ്ങനെ മനസ്സിൽ സ്ഥാനമുറപ്പിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് പാലത്തിൽ. ലോറാസ് എന്ന തൊഴിലിടം സാധുക്കളായ കുറച്ച് സ്ത്രീകളുടെ വരുമാനമാർഗം മാത്രമല്ല, അവർക്ക് ജീവിതത്തിൻ്റെ അരസികതയിൽ നിന്ന് ഇവിടെ കിട്ടുന്ന ഇത്തിരി നേരങ്ങളിലെ സൗഹൃദ ഭാഷണങ്ങൾ, ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്നുള്ള കൂട്ടുഭക്ഷണത്തിൻ്റെ സന്തോഷം, ഭക്ഷണം മാത്രമല്ല അവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്, വേനൽ മഴ പോലെ ഇടയ്ക്ക് മാത്രം വരുന്ന ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളും സ്ഥായിയായി കൂടെയുള്ള സങ്കടാവസ്ഥകളും കൂടി ലോറാസിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. വിശേഷങ്ങൾ, വാർത്തകൾ, ഗോസിപ്പുകൾ ഇവയെല്ലാം അവിടെ പങ്കുവയ്ക്കുന്നു.
കഥ പറയാനും കേൾക്കാനും കൂടിയാണ് തങ്ങൾ ഇവിടെ വരുന്നത് എന്ന രീതിയിൽ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. യന്ത്രനാഗരികതയുണ്ടാക്കിത്തരുന്ന നവങ്ങളായ മായിക വിഹാരങ്ങളിലൂടെയല്ല, നാരങ്ങ മിഠായി പോലെയുള്ള മനുഷ്യബന്ധങ്ങളിലൂടെയാണ് മനുഷ്യൻ നിലനിൽക്കുന്നത് എന്ന് പാലത്തിലെ മനുഷ്യർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും കുഞ്ഞുങ്ങൾക്കായി കഥാപുസ്തകങ്ങൾ തിരഞ്ഞ് പുസ്തകക്കടയിൽ നിൽക്കുന്ന ഷാഹിദ സത്യത്തിൽ അഭിമാനമാണ് സ്ത്രീകൾക്ക്. കുഞ്ഞുങ്ങൾക്ക് തൻ്റെ വകയായി പുസ്തകം വാങ്ങി നൽകുമ്പോൾ വാങ്ങാൻ മടിക്കുന്ന ഷാഹിദയോട്, ബുക്കല്ലേ, ബോംബൊന്നുമല്ലല്ലോ, കുട്ടികൾ കൊലപാതക ഗെയിം കളിക്കണ ഇക്കാലത്ത് ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുക്കാത്തതിന് അച്ഛനെ പിറകിൽ നിന്ന് തലയ്ക്കടിച്ചു വീഴ്ത്തുന്ന ഇക്കാലത്ത് പുസ്തകം വായിക്കുന്ന കുട്ടികൾ ഒരു സന്തോഷമല്ലേ ഇത്ത എന്ന കവിതയുടെ ചോദ്യം നമ്മൾക്കും ചിന്തിക്കാൻ വക നൽകുന്നു. നമ്മളിൽ എത്ര പേർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടമല്ലാതെ പുസ്തകം വാങ്ങി നൽകുന്നു എന്നൊരാത്മപരിശോധനയ്ക്ക് ആ ചോദ്യം ഇട നൽകുന്നുമുണ്ട്. ഇലപൊഴിച്ച മരങ്ങൾ വീണ്ടും തളിരിടും പോലെയാണ് ജീവിതം എന്ന ബോധ്യത്തോടെ വായിച്ചവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളു പൊള്ളുകയും കണ്ണു നനയുകയും വിഷാദത്തിൽ മൂക്കോളം മൂക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ ഒരിക്കൽ കാലിഡോസ്കോപ്പിലെന്ന പോലെ പ്രകാശം വീണ് പല മടങ്ങ് നിറക്കൂട്ടുകളായി വിരിയാനുള്ളതാണ് ആ സങ്കടപ്പൊട്ടുകൾ എന്ന് ആനന്ദവും ശുഭാപ്തി വിശ്വാസവും നൽകുന്നുണ്ട്. പുഴയിലേക്ക് നയിക്കുന്ന ഒറ്റവരിപ്പാതയിലൂടെ നടന്നു പോകുന്ന വിനയനും ഷാഹിദയും ചേർന്ന് കമിഴ്ന്ന കിടപ്പിൽ നിന്ന് ആകാശം കാണെ നിവർത്തി വയ്ക്കുന്ന തോണിയുടെ ചിത്രം. ഇല്ല, ഇനിയൊന്നും പാലത്തെക്കുറിച്ച് പറയാനില്ല. നിങ്ങളും പോകൂ പാലത്തിലേക്ക്, വിനയൻ്റെയും ഷാഹിദയുടെയും ജീവിതത്തിലേക്ക്. നമുക്കിടയിലും ഒരുപാട് വിനയന്മാരും ഷാഹിദമാരും ഉണ്ടെന്നും അവരുടെ സങ്കടങ്ങളിൽ കോർത്തു പിടിക്കാൻ നമ്മുടെ വിരലുകളും കേൾക്കാൻ നമ്മുടെ ചെവികളും ഉണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയട്ടെ. നമ്മുടെ തോളിലെ അമിതഭാരം പകുത്തെടുക്കാൻ നമുക്കും കവിതയെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. മതി, അത്രയും മതി. നന്ദി ശ്രീ ഹാരിസ് നെന്മേനി, ജീവിതം മണക്കുന്ന ഇത്തരം എഴുത്തുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കുന്നതിന്. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 29 മലയാള സാഹിത്യത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വായനാ അനുഭവം നൽകിക്കൊണ്ടിരിക്കുന്ന എസ് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു എന്ന കൃതിയെ കമ്മന പൂളയ്ക്കൽ ഗോത്രദീപം ഗ്രന്ഥാലയത്തിലെ സജീവ പ്രവർത്തകയായ ഗോപിക സദാനന്ദൻ അവതരിപ്പിക്കുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാട്, 7ാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4.